2 ദിവസം മുൻപ് നമ്മൾ സംസാരിച്ച് വെച്ചതിന്റെ ബാക്കിയാണ് നമ്മൾ സംസാരിക്കുന്നത്. വലിയ കോളിളക്കം ആണ് ബദറിനെ കുറിച്ചുള്ള എൻ്റെ സംസാരത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് ഫോൺ കോളുകൾ വന്നു. വിശ്വാസികളും അവിശ്വാസികളായിട്ടുള്ള ഒരുപാട് പേര്. വിശ്വാസികൾ നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ട് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ബദർ കൊള്ള എന്ന് പറയാൻ പാടില്ല എന്നാണ്. കൊള്ളയടിക്കുന്നതിനെ കൊള്ളയടിക്കുക എന്നോ കൊള്ളയടിക്കാൻ പുറപ്പെട്ടു പോകുന്നതിനെ കൊള്ളശ്രമം എന്നോ തന്നെയാണ് നമ്മൾ പറയാം. അപ്പൊ ബദർ കൊള്ളയാണ് എന്ന് നിഷേധിക്കാൻ കഴിയാത്ത വിധം വ്യക്തമായി ഉസ്താദ് തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം സമൂഹത്തിനോട് പറയുമ്പോൾ, നമ്മൾ കാലങ്ങളായിട്ട് ബദർ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ധർമ്മസമരമായിരുന്നില്ല എന്നും, ബദർ എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് കച്ചവടാവശ്യാർത്ഥം പോയ മനുഷ്യരുടെ സമ്പത്ത് കൊള്ള ചെയ്യാൻ വേണ്ടി മക്കയിൽ നിന്ന് അതിനു മുൻപ് തന്നെ തയ്യാറെടുപ്പോടുകൂടി പുറത്തു വന്ന മദീനയ്ക്ക് ചുറ്റുമുള്ള മനുഷ്യരെ കൊള്ള ചെയ്യാൻ റോന്തു ചുറ്റുന്ന ഒരു സംഘം കച്ചവട സമ്പത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി 2 പരാജയപ്പെട്ട ശ്രമങ്ങൾക്കൊടുവിൽ നടത്തിയ വൻ സന്നാഹമായിരുന്നു. ആ സന്നാഹത്തിന് ഒരുങ്ങിപ്പറപ്പെട്ടു പോയ ആളുകളുടെ പേരാണ് ബദരീങ്ങൾ എന്നും, അങ്ങനെ ആ കൊള്ള ശ്രമത്തിന്റെ ഭാഗമായി ആ സമ്പത്ത് രക്ഷിച്ചെടുക്കാൻ വേണ്ടി ആ സമ്പത്തിന്റെ ആളുകൾ അവരുടെ സമ്പത്ത് രക്ഷിച്ചെടുക്കാൻ, ഈ കൊള്ളക്കാരിൽ നിന്ന് സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി കയ്യിൽ കിട്ടിയതുമായി ഓടി വന്ന ഒരു ജനതയോട് ഈ കൊള്ള സംഘത്തിന് ഏറ്റുമുട്ടേണ്ട സാഹചര്യം ഉണ്ടായി. ആ ഒരു ഏറ്റുമുട്ടലിന്റെ പേരാണ് ബദർ. ബദർ ഏതെങ്കിലും തരത്തിലൊരു ധർമ്മസമരമല്ല. ബദർ മക്ക ഖുറൈശികളുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രതിരോധവും ചെറുത്തുനിൽപ്പുമായിരുന്നു. മുഹമ്മദിന്റെയും 313 പേരടങ്ങുന്ന സംഘത്തിന്റെയും കൊള്ള ശ്രമത്തിന്റെ തുടർച്ചയായി സംഭവിച്ച ഒരു അനിവാര്യമായ ഏറ്റുമുട്ടലായിരുന്നു എന്നാണ് നമ്മൾ ആമുഖമായിട്ട് പറഞ്ഞു വെക്കുന്നത്. ഒരു പുതിയ കാര്യം കൂടി പറയാണ്. പുതിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് പറയുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. പൊതുവെ ഇത്തരം ചരിത്രങ്ങൾ പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നവരും സംസാരിക്കുന്നവരും ഇസ്ലാമിനെ വിമർശിക്കുന്നവരും അതേപോലെ തന്നെ ഇസ്ലാം വിമർശകരെ നേരിടുന്നവരൊന്നും കാര്യമായി പരിഗണിക്കാത്തൊരു കാര്യം, മുഹമ്മദിനും കൂട്ടർക്കും മക്കയിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി അവരവിടുന്ന് ആട്ടിപ്പായിച്ചു എന്നാണ് പറയുന്നത്. മക്കയിൽ നിന്ന് മുസ്ലിങ്ങളായ മനുഷ്യരെ അവർ ആട്ടി ഓടിച്ചു, അങ്ങനെ ഇവർ മദീനയിൽ അഭയം പ്രാപിച്ചു എന്ന് പറയുന്നത് ഒരു തെറ്റാണ്. അതും മറ്റൊരു നുണയാണ്. മദീനയിൽ നിന്ന് മുഹമ്മദിനെയും സംഘത്തെയും അവിടെ നിന്ന് ആട്ടി ഓടിക്കുക എന്ന സംഭവമല്ല ഉണ്ടായിട്ടുള്ളത്. അവസാനത്തെ ഈ പുതപ്പിനടിയിൽ കിടക്കലും ഒളിഞ്ഞിരിക്കലും പോലും മക്കയിൽ നിന്ന് ഖുറൈശികളായിട്ടുള്ള ആളുകൾ മുഹമ്മദിന്റെ മതം സ്വീകരിച്ചും അല്ലാതെയും മക്കയിൽ നിന്ന് പുറത്തോട്ട് പോകുന്നതിനെ തടയാനാണ് അവർ ശ്രമിച്ചത്. മക്കയിൽ തന്നെ ഇവരെ പിടിച്ചു നിർത്താനുള്ള ശ്രമമായിരുന്നു നടന്നിരുന്നത്. മക്കയിൽ നിന്ന് പോയവരെ അവർ ബലം പ്രയോഗിച്ച് മക്കയിലേക്ക് കൊണ്ടുവന്നതായിട്ടൊക്കെയുള്ള ചരിത്രം ഇസ്ലാമിക ചരിത്രങ്ങളിലുണ്ട്. അപ്പം ഹിജ്റ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം, അതിന്റെ രീതി, അതിനെക്കുറിച്ച് ഇവർ പറയാറുള്ള കാര്യങ്ങളൊക്കെ തെറ്റാണ്, അത് കളവാണ്, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. എന്തായാലും ബദർ എന്ന് പറയുന്നത് മക്ക ഖുറൈശികളുടെ സമ്പത്ത് ലാക്കാക്കിയുള്ള പുറപ്പെടലാണ് എന്ന കാര്യത്തിൽ ഇനി നമുക്ക് തർക്കിക്കാനോ ന്യായീകരിക്കാനോ ഒന്നും യാതൊരു പഴുതുമില്ല എന്ന് മനസ്സിലാക്കിയ ആളുകൾ അതിന് കണ്ടെത്തിയ പുതിയ സൂത്രമാണ്, ഇവരുടെ മക്കാരായിട്ടുള്ള ആളുകൾ അവിടെ ഉപേക്ഷിച്ചു പോകുന്ന സമ്പത്ത് കൈക്കലാക്കിയിട്ട് ആ സമ്പത്ത് ഉപയോഗിച്ച് കച്ചവടം ചെയ്ത് ധനവാന്മാരായി ആ ധനം കൊണ്ട് മുഹമ്മദ് നബിക്കെതിരെ ആയുധങ്ങൾ വാങ്ങി മുഹമ്മദ് നബിയെ വകവരുത്താൻ, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഇവർ തയ്യാറെടുപ്പ് നടത്തിയപ്പോൾ ആ സമ്പത്ത് കൈക്കലാക്കിയിട്ട് അവരെ പ്രതിരോധിക്കുക എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്ന മറ്റൊരു നുണയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട നുണ എന്ന് പറയുന്നത്, ഇവർ മക്കയിൽ ഉപേക്ഷിച്ചു പോകുന്ന സ്വത്തുവകകൾ മക്ക ഖുറൈശികൾ കൈക്കലാക്കിയത് തിരിച്ചു പിടിക്കാനാണ് ഇവർ ബദറിലേക്ക് പോയത് എന്നാണ്. എന്നാൽ ആ കാര്യം കൂടി നജീബ് മൗലവി തന്നെ ഒരാളുടെ സംശയത്തിന് മറുപടി എന്നോണം വിശദീകരിക്കുന്ന ഭാഗമാണ് നമ്മൾ കേൾക്കുക. നമ്മൾ ബദറിൽ 2 ദിവസം മുൻപ് സംസാരിച്ചതിന് ശേഷം നമ്മുടെ മൈക്ക് ഷുക്കൂർ അദ്ദേഹം ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരുന്നു. അത് എനിക്കൊരു ചെറിയ ഇക്കിളി പോലെ തോന്നി. അത് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ചിരി വരുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഞാനത് മുഴുവനായിട്ട് കണ്ടു. അദ്ദേഹം കഷ്ടപ്പെട്ട് എന്റെ പേരൊക്കെ വെച്ച് എന്റെ ഫോട്ടോയൊക്കെ വെച്ച് വീഡിയോ ചെയ്തല്ലേ, അതുകൊണ്ട് ഞാൻ കണ്ടു. അതിനോട് തൽക്കാലം പ്രതികരിക്കേണ്ടതില്ല, അത് കാണുന്നവർക്ക് കാര്യം മനസ്സിലാകും എന്നാണ്. കാരണം ബദർ എന്താണെന്നും എന്തിനാണെന്നും എങ്ങനെയാണെന്നും അതിന്റെ കോറായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പറഞ്ഞ വീഡിയോയിൽ നിന്ന് എന്തോ ഒരു ഭാഗം അടർത്തി അദ്ദേഹം വേറെന്തോ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതിന്റെ കൂടെ എനിക്ക് വിവരമില്ല, എനിക്ക് ചരിത്രം അറിയില്ല, ഹൈവേ റോബറി ഇസ്ലാമിൽ ഹറാമാണെന്നുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിനും കൂടിയുള്ള മറുപടി ആയിട്ട് ഇത് സ്വീകരിച്ചാലും എന്നൊരു അഭ്യർത്ഥനയാണ്. കാരണം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. കാരണം അടിമത്തം ചർച്ച ചെയ്ത് കോലാഹലം ഉണ്ടാക്കിയിട്ട് നിങ്ങളാണ് പോയി ആ ഷമീറിനെ മുന്നിലിട്ട് വന്നിട്ട് അൺമാസ്കിങ് അള്ളാഹു ടീം ഏറ്റെടുക്കുന്നു വിചാരിച്ചു, അവർ ഏറ്റെടുത്തില്ല. അപ്പൊ അവര് പിൻവാങ്ങി ഷമീറിനെ മുന്നിലിട്ട് നിങ്ങളാണ് പോയിട്ട് പിന്നെ നിങ്ങൾ എപ്പോഴാണ് കാണുന്നത്. എന്തായാലും നിങ്ങളെ കണ്ടതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് അദ്ദേഹത്തോട് അറിയിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിന് മാത്രമല്ല,
ഈ അടുത്ത കാലത്തായിട്ട് ക്ലബ് ഹൗസിലൊക്കെ പറഞ്ഞു കേട്ട പുതിയ ന്യായം, അതായത് മുഹമ്മദ് നബിയെ മക്കയിൽ നിന്ന് ആട്ടി ഓടിച്ചു എന്നും അവിടുന്ന് ഓടിപ്പോയ മുഹമ്മദ് നബിയെ അവിടെ ജീവിക്കാൻ സമ്മതിക്കാതെ അവിടെയും മുഹമ്മദിനെ ജീവിക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് മുഹമ്മദിനെ അവസാനിപ്പിക്കാൻ വേണ്ടി, മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടി പടയണി കൂടി വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി, പ്രതിരോധം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ബദർ സംഭവിച്ചത് എന്ന വലിയ നുണ ഏതാണ്ട് എല്ലാ മനുഷ്യർക്കും, സാമാന്യമായ ബോധമുള്ള എല്ലാ മനുഷ്യർക്കും കാര്യം മനസ്സിലാക്കി. അതുകൊണ്ട് പുതിയ ആ കൊള്ള ശ്രമത്തെ ന്യായീകരിക്കാം. അപ്പൊ കൊള്ളയടിക്കണമായിരുന്നു എന്ന ഒരു വാദം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ കൊള്ള ചെയ്യാൻ പോയതാണെങ്കിലും അത് കുഴപ്പമില്ല എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ് ഈ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് മക്കക്കാരായിട്ടുള്ള മനുഷ്യർ, അതായത് മുസ്ലിങ്ങൾ, മുഹമ്മദ് നബിയുടെ കൂടെ ഹിജറ വന്ന മനുഷ്യർ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയ സ്വത്തുക്കളായിരുന്നു. അതിന് ഇവർ പറയുന്ന വാദം ഒറ്റ രാത്രിക്ക് രാത്രി ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇവരെല്ലാവരും കൂടിയും ഒന്നും എടുക്കാനൊന്നും ഗ്യാപ്പില്ലാതെ ഇട്ട് ഓടിപ്പോയവരാണ് എന്നാണ്. ഹിജറയുടെ കഥ അറിയുന്നവർ, ഹിജറയുടെ ചരിത്രം അടിസ്ഥാനപരമായിട്ട് വായിച്ചിട്ടുള്ള ഒരാൾക്കും അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഹിജറ എന്ന് പറയുന്നത് നീണ്ട 2 വർഷത്തെ ചർച്ചകൾ, പ്ലാനിങ്, അതിന്റെ എക്സിക്യൂഷൻ എന്ന് മാത്രമല്ല, ഹിജറക്ക് ശേഷവും മക്കയിലുള്ള ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോവുകയും അവിടെ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് വരികയും ഇവർ തമ്മിൽ പല തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ സമാന്തരമായി നടന്നിരുന്നു എന്നതും നമുക്ക് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണാം. മുഹമ്മദ് ചെറിയ ചെറിയ സംഘങ്ങളായിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആളുകളെ പറഞ്ഞുവിടായിരുന്നു. ഹിജറ പോകാൻ തീരുമാനിച്ചു, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ എന്തായാലും തീരുമാനിച്ച സ്ഥിതിക്ക് ചെറിയ ചെറിയ സംഘങ്ങളെ മുഹമ്മദ് ഓരോരോ ചെറിയ സംഘങ്ങളായിട്ട് മദീനയിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു. എന്നാൽ ഖുറൈശികളാണെങ്കിൽ ഇങ്ങനെ പോകുന്ന ആളുകളെ, ഇങ്ങനെ മക്ക വിട്ടു പോകുന്ന ആളുകളെ തടഞ്ഞു നിർത്താനും അവരെ മക്കയിൽ തന്നെ നിർത്താനുമുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു എന്നുള്ളതും ഇതേ ചരിത്ര പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവർ പറയുന്നതിന് നേരെ വിരുദ്ധമായ കാര്യമാണ് ബദറും ഹിജറയുമായൊക്കെ ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ ചരിത്ര പുസ്തകങ്ങളിൽ ഉള്ളത് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കുകയാണ്. ഇപ്പോ എത്രയോ ആളുകൾ, പുതിയ പുതിയ ആളുകൾ, ഈ കാര്യം ഇങ്ങനെയൊക്കെ ആണോ, നിങ്ങൾ പറഞ്ഞതാണോ ശരി എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ച ആളുകൾ എത്രയോ പേരുണ്ട്. അപ്പം മക്കയിൽ നിന്ന് മുഹമ്മദിനെ ജീവിക്കാൻ സമ്മതിച്ചില്ല, മദീനയിൽ പോയി അവിടെയും ജീവിക്കാൻ സമ്മതിക്കാതെ മുഹമ്മദ് നബിയെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ടു പോയവരെ പ്രതിരോധിച്ച യുദ്ധമല്ല ബദർ എന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായപ്പോ എന്തിനാണ് പിന്നെ ബദറിലേക്ക് മുഹമ്മദ് കച്ചകെട്ടി ഇറങ്ങിയത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യത്തിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ന്യായമാണിത്. ഇനി ഒരു ന്യായം കൂടി ഉണ്ട്, അതുകൂടി പറഞ്ഞുതരാം. അതിപ്പോ ഇവരിപ്പോ എടുത്തിട്ട് വരുന്നില്ല. ഭീകരമായ ഒരു ന്യായം ഇതിനു മുമ്പ് നമ്മളെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ വെച്ചാൽ, മദീനയുടെ രാജ്യാതിർത്തി ലംഘിച്ച് കച്ചവട സംഘം യാത്ര ചെയ്തപ്പോൾ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു നടപടി എന്ന രീതിയിൽ മക്ക രാജ്യത്തിന്റെ അധിപനായ മുഹമ്മദ് തന്റെ സൈന്യത്തെ ഉപയോഗിച്ച് അവരെ പിടികൂടാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ്. അത് നമുക്ക് 2 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഇനി പറയാവുന്ന, അല്ലെങ്കിൽ 4-5 കൊല്ലം കഴിഞ്ഞാൽ ഇനി പറയാവുന്ന ഒരു ന്യായമാണ്. ആ വാദം അദ്ദേഹം പറയുന്നത് ഞാൻ കേൾക്കുകയും അതിനുള്ള മറുപടി 1 വർഷം മുമ്പേ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും അറിയാത്തവരാണ് ഇപ്പോഴും ഈ സമ്പത്ത് മക്കക്കാര് അല്ലെങ്കിൽ മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, സഹാബികൾ അവിടെ ഉപേക്ഷിച്ചു പോകുന്ന സമ്പത്താണ് മക്കക്കാരുടെ കച്ചവട സംഘത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്, അത് തിരിച്ചു പിടിക്കുക, അത് മാത്രം തിരിച്ചു പിടിക്കുക, അല്ലെങ്കിൽ അത് തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കച്ചവട സംഘത്തെ ഉപരോധിക്കാൻ വേണ്ടി ഇവർ പുറപ്പെട്ടു പോയത് എന്ന ഒരു വാദമാണ് പൊതുവെ ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ പറയുന്നത്. അത് തന്നെയാണ് ഷുക്കൂറും ഇന്നലെ പറയാൻ ശ്രമിച്ചത്. അപ്പൊ ഇനി അത് എന്തായിരുന്നു, അതിന്റെ വസ്തുത എന്താണ്, നമ്മളായിട്ട് പറയണ്ട, നജീബ് മൗലവി പിന്നെ എല്ലാം സത്യമായിട്ട് തുറന്നു പറയാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബദർ യുദ്ധത്തിൽ മക്കയിലുള്ള സാധുക്കളായ ആളുകളെ ഭീഷണിപ്പെടുത്തി മക്ക മുശ്രിക്കുകൾ പിടിച്ചെടുത്തു വിൽക്കുകയും നശിപ്പിക്കുകയും ചെയ്ത സ്വത്ത് തിരിച്ചു വാങ്ങി എന്നല്ലാതെ ഒരു മുതലും പിടിച്ചെടുത്തിട്ടില്ല. ബദർ യുദ്ധത്തിൽ മക്ക മുശ്രിക്കുകൾ മുസ്ലിങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത സ്വത്തുക്കൾ തിരിച്ചു പിടിക്കുക മാത്രമാണോ ചെയ്തത്? ബദർ യുദ്ധത്തിൽ മക്ക മുശ്രിക്കുകൾ മുസ്ലിമീങ്ങളൊന്ന് പിടിച്ചെടുത്ത യുദ്ധമാണ്. ബദർ യുദ്ധത്തിൽ ഓലെന്തൊക്കെയാ കൊണ്ടെന്ന് വെച്ചാൽ അതൊന്നായിട്ടല്ലേ പിടിച്ചു. ഓക്കെ, അപ്പൊ ചോദ്യം കൊള്ളാം. എന്തായാലും ചോദ്യം കേൾക്കുമ്പോ തന്നെ നജീബ് ഉസ്താദിന് ചിരിയാണ് വരുന്നത്. ഇങ്ങനത്തെ മണ്ടത്തരൊക്കെ, ഇങ്ങനത്തെ ബഡായിയൊക്കെ ആരാണ് ഇപ്പൊ ഈ അടിച്ചിറക്കുന്നത് എന്നാണ് ആ ചിരിയുടെ അർത്ഥം. എന്തിനു വേണ്ടി, ആരാണ് ഇതുപോലത്തെ ബഡായി, ചരിത്ര വിരുദ്ധമായ കാര്യങ്ങൾ, ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ വൃത്തിയായി എഴുതി വെക്കപ്പെട്ട ബദറിന്റെ ചരിത്രത്തിന് വിരുദ്ധമായി പുതിയ ന്യായീകരണങ്ങൾ ആരാണപ്പായി ചമക്കുന്നത്? അദ്ദേഹത്തിന് അറിയാം ആരൊക്കെയാണ് ആ ന്യായീകരണം ചമക്കുന്നത് എന്ന്. അതിനെക്കുറിച്ച് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്. ആരാണ്, അവർ എന്തൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് അവർ ചെയ്യുന്നതൊക്കെ അദ്ദേഹം പറയുന്നു. അപ്പൊ എന്തായാലും ശരാശരി വിശ്വാസിയെ സംബന്ധിച്ച് ബദറിന്റെ കഥ ഉസ്താദുമാർ പറഞ്ഞത് കേട്ടത്, ഞാനിപ്പം ഇന്നും ഇന്നലെയുമായിട്ട് സംസാരിച്ച വിശ്വാസികൾ, ഞാൻ ഈ ബദർ കൊള്ള ശ്രമം എന്ന് പറഞ്ഞതിനെ ഭയങ്കര വൈകാരികമായിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല, പുസ്തകത്തിൽ അങ്ങനെയുള്ളത്. അപ്പം അത് പറയുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അത് അവർക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. അവർ പഠിച്ചത് അങ്ങനെയല്ല. അപ്പൊ ഞാൻ അവരോടൊക്കെ പലരോടും ചോദിച്ചു, നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ നിന്ന് ഇസ്ലാമിന്റെ ഈ ചരിത്ര ഭാഗം വായിച്ചിട്ടുണ്ടോ? അപ്പൊ അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ വായിച്ചിട്ടില്ല, ഞങ്ങൾ മദ്രസിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ,
ഞങ്ങൾ മദ്രസിലെ താരീഖിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ മദ്രസിലെ ഉസ്താദ് താരീഖിലൊക്കെ പറഞ്ഞു കൊടുത്ത കഥകൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ മതേതരവാദികൾ എന്ന് സ്വയം അടയാളപ്പെടുന്ന ചില ഉസ്താദുമാരുണ്ട്, ലാ ഇക്രാഹ ഫിദ്ദീൻ കൊണ്ടൊക്കെ നടക്കുന്നത്. അത്തരം ആളുകൾ പറയുന്ന ബദർ, നമ്മുടെ സമദാനിനെ പോലെയുള്ള ആളുകളൊക്കെ പണ്ട് ഭയങ്കര വൈകാരികമായിട്ട് പറഞ്ഞിരുന്ന ബദർ, ആ ബദർ മാത്രം കേട്ട് പരിചയിച്ച വിശ്വാസികളെ സംബന്ധിച്ച് ബദർ എന്ന് പറയുന്നത് മുഹമ്മദ് സംഘവും കൊള്ള ചെയ്യാൻ വേണ്ടി, അബൂ സുഫിയാനെയും സംഘത്തെയും കൊള്ള ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു പോയതാണ് എന്ന അറിവ് അവർക്ക് ഭയങ്കര ഷോക്കിംഗ് ആണ്. നമ്മളിത് പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്ര ക്ലിയർ ആയിട്ട് ഒരു ഉസ്താദ് തന്നെ ഈ കാര്യം വിശദീകരിച്ചത് അവർക്ക് വലിയ ഷോക്ക്. അപ്പൊ ആ ഷോക്കിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ തത്രപ്പാടുകൾക്കിടയിലാണ് അങ്ങനെ അവർ വിളിച്ചു ചോദിച്ച പല ഉസ്താദുമാരും പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പൊ ഇതാണ്. എന്താണ് അത്? ഇവരെ സമ്പത്ത് ഒരു കൈക്കലാക്കി വെച്ചപ്പം അത് കയ്യിൽ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഞങ്ങൾ പോയപ്പം അവർ ഓടിയപ്പം അങ്ങനെയൊക്കെ. എന്നാൽ നജീബ് മൗലവി ഓടുന്ന ഉസ്താദുമാർക്ക് ഒരു മുഴം മുന്നേ എറിഞ്ഞിട്ടുണ്ട്. ആ എയറാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ ചോദ്യം ഇതാണ്, അത് അങ്ങനെയാണോ? മക്കാരുടെ സമ്പത്താണോ എന്നാണ്. ഇതിൽ രസകരമായ സംഭവം എന്താ വെച്ചാൽ, സഹീഹ് ബുഖാരിയുടെ ഹദീസില് വഹീന്റെ ഭാഗം വിശദീകരിക്കുന്ന ബാബിൽ ആദ്യത്തെ അധ്യായങ്ങളിൽ തന്നെ അബൂ സുഫിയാൻ അതേപോലെ തന്നെ മക്കയിൽ നിന്നുള്ള ഒരു സംഘവും ഒരു രാജാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതായിട്ടും അവിടെ ഇവർ തമ്മിലൊരു രമ്യത, ഇവർ തമ്മിലൊരു യോജിപ്പിന്റെ സമയത്ത് ഒരു മധ്യസ്ഥ ശ്രമം എന്ന രീതിയിൽ ഒരു രാജാവ് ഇവരെ വിളിച്ചു വരുത്തുന്നതായിട്ടും, നേഗസ് രാജാവോ അങ്ങനെ എന്തോ രാജാവ്, അപ്പം അവിടെ വിളിച്ചു വരുത്തുന്നതായിട്ടും അവിടുന്ന് അബൂ സുഫിയാനോട് മുഹമ്മദിനെ കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചറിയുന്നതായിട്ടൊക്കെ വിശ്വാസികൾ മുഹമ്മദ് നബി സത്യസന്ധനാണ് എന്ന് വിശദീകരിക്കാൻ പറയുന്ന ഹദീസ് ഭാഗമുണ്ട്. ആ ഹദീസ് ഭാഗം വേണമെങ്കിൽ ഞാനതിപ്പം എടുക്കാം. ആ ഹദീസ് ഭാഗം ഞാൻ വിശ്വാസികൾക്ക് വേണ്ടി ഒന്ന് വായിച്ചു തരട്ടോ. അത് സ്ക്രീനിൽ ഇപ്പൊ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇബ്നു അബ്ബാസിൽ നിന്ന്, ഇത് എന്റെ കയ്യിലുള്ളത് IPH പബ്ലിഷ് ചെയ്തിട്ടുള്ള സഹീഹ് ബുഖാരിയുടെ മലയാളം പരിഭാഷയുടെ 5ാം പേജാണ് കേട്ടോ. ഇത് 5ാമത്തെ പേജാണ്. 7ാമത്തെ ഹദീസായിട്ടാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇബ്നു അബ്ബാസിൽ നിന്ന് അബൂ സുഫിയാൻ ബിൻ ഹർബ് അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം ഖുറൈശി കച്ചവട സംഘത്തോടൊപ്പം സിറിയയിലായിരിക്കെ ഹിറക്കിൽ രാജാവ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആളെ അയച്ചു പറഞ്ഞു. അബൂ സുഫിയാനുമായും ഖുറൈശികളുമായും നബി സന്ധി ചെയ്ത കാലഘട്ടമായിരുന്നു അത്. അങ്ങനെ അവർ ഈലിയായിലേക്ക്, അതായത് ഫലസ്തീനിലേക്ക് ചെന്നു. ഹിർക്കൽ തന്റെ സദസ്സിലേക്ക് അവരെ ക്ഷണിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങണം. അപ്പം അബൂ സുഫിയാനോട് മുഹമ്മദിനെ കുറിച്ച് ആ രാജാവ് ചില കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നിടത്ത് ഈ പുസ്തകത്തിന്റെ 6ാം പേജിൽ പറയുന്നു, അദ്ദേഹത്തെ പിൻപറ്റുന്നത് ആരാണ്? പ്രമാണിമാരോ പാവങ്ങളോ? പാവങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞു എന്ന് അബൂ സുഫിയാൻ പറയും. അപ്പോ മുഹമ്മദ് നബിയുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നത് ആരാണ് എന്ന് ചരിത്ര പുസ്തകങ്ങളിലുണ്ട്. അവിടെ പണം, കുറച്ചെങ്കിലും സമ്പത്ത് ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുന്ന ആള് ഒന്ന് അബൂബക്കറാണ്, 2ാമത്തെ ഒരാൾ ഉസ്മാനാണ്. അബൂബക്കർ തന്റെ കയ്യിലുണ്ടായിരുന്ന 6000 ദിനാറും മുഹമ്മദിന്റെ കൂടെ ഹിജ്റ പോയപ്പോൾ തന്നെ അങ്ങോട്ട് കടത്തിയിരുന്നു എന്നും നമ്മൾ പലയിടത്തായിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പോ പിന്നെ എന്ത് സ്വത്ത് ഇവർ വിട്ടേച്ചു പോയി എന്നാണ്? എന്ത് സ്വത്താണ് വിട്ടേച്ചു പോയത്? ഒരു കൈ കണക്കും വേണ്ടേ? മുഹമ്മദിന് ഖദീജയിലൂടെ കൈവന്ന സമ്പത്ത് മുഴുവൻ ഇവരുടെ ത്വായിഫിലുള്ള താമസവും അതേപോലെ തന്നെ അതിനുശേഷവും മുൻപൊക്കെ ആയിട്ട് നടന്ന ഉപരോധവും മുഹമ്മദിന്റെ ആവശ്യങ്ങളുമായിട്ട് എടുത്ത് തീർത്തിരുന്നു. എന്ന് മാത്രമല്ല, മുഹമ്മദ് ഈ പറഞ്ഞ പുതപ്പിനടിയിൽ കിടന്ന് പിറ്റേ ദിവസം രാവിലെ പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ തലേ ദിവസം അലിയോട് ഈ കാര്യങ്ങളൊക്കെ, മുഹമ്മദിന്റെ കയ്യിൽ പലരായിട്ട് സൂക്ഷിക്കാൻ കൊടുത്തിരുന്നതും പലരിടത്തും വാങ്ങിയതൊക്കെ ആയിട്ടുള്ള സമ്പത്ത്, ചെറിയ ചെറിയ സാധനങ്ങൾ അലിയെ ഏൽപ്പിച്ചിട്ട് അതൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി അലിയെ അവിടെ നിർത്തിയിട്ടാണ് പോകുന്നത്. എന്ന് മാത്രമല്ല, മുഹമ്മദ് ഹിജ്റ പോയതിനു ശേഷം എത്രയോ ദിവസങ്ങൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷമൊക്കെ മുഹമ്മദിന്റെ ഭാര്യമാരെ ചിലരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്, മക്കളെ ചിലരെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോകുന്നുണ്ട്. അപ്പോ പിന്നെ അവിടെ ഉണ്ടായിരുന്നത്, ഇന്നിപ്പോ ഒരാൾ എന്നോട് സംസാരിച്ചത് അവരുടെ വീട് ഉണ്ടായിരുന്നില്ല, സ്ഥലം ഉണ്ടായിരുന്നില്ല എന്നാണ്. 6ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ഗോത്ര കാലഘട്ടത്തിലെ മനുഷ്യർ ഉപേക്ഷിച്ചു പോയ വീടും അവരുടെ പുരയിടവും ഒക്കെ ഇവർ കൈക്കലാക്കി വിറ്റ് പൈസയാക്കി ആ പൈസ കൊണ്ട് കച്ചവടം ചെയ്തു എന്നൊക്കെയുള്ള വാദമാണ് പറയുന്നതെങ്കിൽ അവരോട് പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല. കാരണം 150-ൽ താഴെ വരുന്ന ആകെയുള്ള മനുഷ്യർ, അതിൽ തന്നെ സ്വതന്ത്രരായ പുരുഷന്മാരുടെ എണ്ണം വളരെ കുറച്ചാണ്. ബാക്കിയുള്ളവർ ഇവരുടെ ഭാര്യമാര്, മക്കള്, അതേപോലെ തന്നെ ഇവരുടെ ആശ്രിതരായിട്ടുള്ള അടിമകള്, പിന്നെ അവിടുന്ന് സാധാരണക്കാരായിട്ടുള്ള കുറെ അടിമകള്, പിന്നെ ബിലാലിനെ പോലെയുള്ള കുറച്ച് ആൾക്കാർ, ഇതൊക്കെയാണ് മുഹമ്മദിന്റെ സംഘം എന്ന് പറയുന്നത്. അപ്പൊ ഇത് 10,000-ലധികം വരുന്ന അന്നത്തെ മക്ക ഖുറൈശികളുടെ ജനസംഖ്യയുമായി ബന്ധപ്പെടുത്തി അതിൽ 100 പേര് അവിടുന്ന് ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ അത് ഈ പോകുന്ന ഈ സംഘമാണെങ്കിൽ അവരവിടെ ഉപേക്ഷിച്ചു പോയി എന്ന് പറയപ്പെടുന്ന സമ്പത്തിന്റെ കണക്കെന്താണ്? ഇനി ഈ പോയ ആളുകൾ ഇപ്പൊ അൻസാറുകളുടെ അടുത്ത് അവിടെ എത്തിയതിനു ശേഷം ഏതൊക്കെ അൻസാറുകൾക്ക് എന്തൊക്കെ സ്വത്തുണ്ടായിരുന്നു എന്നും അവരെന്തൊക്കെ ആർക്കൊക്കെ എങ്ങനെയൊക്കെ വീതം വെച്ചു എന്നുള്ളതിനൊക്കെ കണക്ക് നിങ്ങൾക്ക് ഹദീസിൽ കാണാൻ പറ്റും, ചരിത്രത്തിൽ കാണാൻ പറ്റും. എന്നാൽ മുഹമ്മദിന്റെ കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ സമയത്ത് അവിടെ ആരുടെയൊക്കെ എന്തൊക്കെ സമ്പത്താണ് ഉണ്ടായിരുന്നത്, ആർക്കൊക്കെ എന്തൊക്കെ സമ്പത്ത് ബാക്കി ഉണ്ടായിരുന്നു, അതിലെന്തൊക്കെ ഹിജ്റ പോയപ്പോൾ കൊണ്ടുപോയി, ഏതൊക്കെ പിന്നീട് കൊണ്ടുപോയി, എന്തൊക്കെയാണ് അവരവിടെ ഇട്ടിട്ട് പോയത്, അതിൽ എന്തൊക്കെ ആരൊക്കെ എടുത്തു എന്നതിനെ കുറിച്ചൊന്നും ഒരു തുരുമ്പും ചരിത്ര പുസ്തകങ്ങളിൽ ഇല്ല. ഈ കൊള്ളയെ ന്യായീകരിക്കാൻ വേണ്ടി ജനറൽ ആയിട്ട് വെറുതെ തൊള്ളപ്പുട്ട് പറഞ്ഞു പോവാ, ഇവർ ഉപേക്ഷിച്ച സമ്പത്തൊക്കെ അവർ കൈക്കലാക്കി,
ഈ ഒരു ബഡായി സ്റ്റേറ്റ്മെന്റിന് അപ്പുറത്തേക്ക് ഒരു തെളിവ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനി തെളിവില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നോളെ, നമുക്ക് പരിശോധിക്കാം. തെളിവുണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെയാണ് ഇട്ടിട്ട് പോയതെന്നും അത് ആരൊക്കെയാണ് കൈക്കലാക്കിയതെന്നും നമുക്ക് തെളിവ് കിട്ടിയാൽ അത് അംഗീകരിക്കാം, അത് പറയുകയും ചെയ്യാം. ഇനി അതുകൊണ്ട് ഈ ഖുറൈശികളുടെ സംഘത്തിൽ, അന്ന് കച്ചവട സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും സമ്പത്ത്, മക്കക്കാരായിട്ടുള്ള ഖുറൈശികളുടെ എല്ലാ മനുഷ്യരുടെയും സമ്പത്ത്, എല്ലാ കുടുംബങ്ങളുടെയും സമ്പത്ത് ഉൾപ്പെടുന്ന ഒരു വലിയ സംഘമാണ് കച്ചവടത്തിന് പോകുന്നത്. മീൻസ് വലിയ സമ്പത്താണ് കച്ചവടത്തിന് പോയിട്ട് തിരിച്ചു വരുന്നത്. അപ്പൊ ഈ 100 പേരിൽ 10-20 ആളുടെ എന്തെങ്കിലും വല്ല നിക്കറിന്റെ അവശിഷ്ടമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുകൽ ചെരുപ്പിന്റെ വള്ളിയോ ഏതെങ്കിലും ഒരു എന്താ പറയാ മെതിയടിയുടെ മൊട്ടോ ഒക്കെ അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് വിറ്റിട്ടാണ് ഇവർ സംഘം കച്ചവടത്തിന് പോയത്. അത് വെച്ചിട്ടാണ് മക്ക ഖുറൈശികളൊക്കെ സമ്പന്നരായതെന്നൊക്കെ പറഞ്ഞാൽ അത് വിഴുങ്ങാനെങ്കിൽ എന്ത് വലിയ വിവരക്കേട് വേണമെന്ന് ആലോചിച്ചു. അപ്പൊ അത് പോട്ടെ, കോമൺ സെൻസിന്റെ പ്രശ്നമാണ്. നമ്മളെ ബാസിൽ പറഞ്ഞ മാതിരി കോമൺ സെൻസ് ഓഫ് ചെയ്ത് വെച്ചതിന്റെ പ്രശ്നം. അപ്പൊ ഇതുകൊണ്ടൊന്നും ന്യായം നിൽക്കൂല. എങ്കിലും ഇനി ഇവരുടെ വാദത്തിന് വേണ്ടി അവർ അങ്ങനെ ആശ്വസിക്കുകയാണെങ്കിൽ നജീബ് മൗലവി ആ വിഷയത്തിൽ എന്താ പറയുന്നത് അത് നമുക്ക് നോക്കാം. ഒനീമത്ത് സ്വത്ത് എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു സ്വത്ത് തന്നെയല്ലേ. ഇനി ഫിഖഹിന്റെ ബാബിൽ ഫുള്ളായിട്ട് ഒനീമത്ത് ഫൈ എന്ന് പറഞ്ഞിട്ട് 2 സ്വത്തുക്കളില്ലേ? ഇല്ലേ? ഇത് വിശ്വാസികൾ ആലോചിക്കണം. ഫിഖഹിന്റെ ബാബിൽ മുഴുവൻ ഗനീമത്ത് എന്നും ഫൈഹ് എന്ന് പറഞ്ഞിട്ട് 2 സ്വത്തുക്കളില്ലേ? ഉണ്ട്. അപ്പൊ എന്താണ് ഗനീമത്ത്, എന്താണ് ഫൈഹ്? ഇത് 2 ഉസ്താദ് നമുക്ക് ഇനി വിശദീകരിച്ചു തരും. നല്ല കേട്ടോളി വിശ്വാസികൾ. മുസ്ലിം സേന ചെല്ലുമ്പോഴേക്ക് പേടിച്ചും കൊണ്ട് ശത്രുക്കൾ ഒഴിഞ്ഞു പോവുകയും ശത്രുക്കൾ ആ നാട് വിട്ടു പോവുകയോ അല്ലെങ്കിൽ വന്ന സ്ഥലം വിട്ടു പോവുകയോ സ്വത്തുക്കൾ ഇട്ടു പോവുകയോ ചെയ്താൽ പോരാട്ടമില്ലാതെ പിടിച്ചെടുത്ത അതിന്റെ പേരാ ഫൈഹ്. പോരാട്ടത്തിൽ പിടിച്ചെടുക്കുന്ന സ്വത്തിന്റെ പേരാ ഒനീമത്ത്. അതാണ്. അപ്പൊ പോരാട്ടമില്ലാതെ, അതായത് മുഹമ്മദ് സംഘം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ജീവനും കൊണ്ട് ആരെങ്കിലും ഇട്ടിട്ട് ഓടിപ്പോയാൽ ആലോചിച്ച് നോക്കണം. ആരപ്പത് പറയണതറിയോ? മക്കയിൽ നിന്ന് പലായനം ചെയ്തു പോയവരുടെ സമ്പത്ത് കൈക്കലാക്കി മക്കാർ എന്ന് പറഞ്ഞിട്ട് അവരുടെ സമ്പത്ത് അതിനു വേണ്ടിയാണ് ഞങ്ങൾ കൊള്ളയടിക്കാൻ പോയത് എന്ന് ന്യായീകരിക്കുന്നവർ അവരുടെ മതത്തിന്റെ മതഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ട് അവരുടെ ഉസ്താദ് പറഞ്ഞു തരുന്നത് എന്താന്ന് വെച്ചാൽ മുഹമ്മദും സംഘവും ചെല്ലുന്നു എന്ന് കേട്ടിട്ട് ആരെങ്കിലും വീടും കുടുംബവും ഇട്ടെറിഞ്ഞു പോയാൽ അവിടെ യുദ്ധമൊന്നും നടന്നില്ലെങ്കിൽ അത് പിടിച്ചെടുക്കുന്ന ആ സ്വത്ത് ഇവർക്ക് അനുവദനീയമാണ്. അതിന്റെ പേരാണ് ഫൈഹ്. അതായത് യുദ്ധമില്ല, ഏറ്റുമുട്ടലില്ല, മുഹമ്മദും സംഘവും ഊരിയ വാളുമായിട്ട് പാഞ്ഞു വരുന്നത് കണ്ട് ജീവഭയം കൊണ്ട് എവിടെയെങ്കിലും മാറി ഒളിച്ചിരുന്നാൽ അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കാം. അപ്പൊ ഏറ്റുമുട്ടലൊന്നും ഇല്ലാതെ പോയി കൊള്ളയടിച്ച് കൊണ്ടുവരുന്നതിന്റെ പേരാണ് ഫൈഹ്. നല്ല പഠിച്ചോ, എല്ലാവരും ശ്രദ്ധിച്ച് പഠിച്ചോ. കാരണം ഫൈഹ് വേറെയും ഗനീമത്ത് വേറെയാണ്, 2 എണ്ണാണ്. മനസ്സിലായോ? സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ അത് ഫൈഹ്. ഓക്കെ, ഇനി അടുത്തത് ഗനീമത്ത്. പോരാട്ടം ഉണ്ടാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തികമായിട്ടുള്ള പോരാട്ടം ഉണ്ടാവൂലേ? ശാരീരിക പോരാട്ടം അനുവദനീയമാണെങ്കിൽ സാമ്പത്തിക പോരാട്ടം ഏതായാലും അനുവദനീയമല്ലേ? അപ്പൊ സാമ്പത്തികമായിട്ടുള്ള പോരാട്ടം എന്നതിന്റെ ഭാഗമായിട്ട് യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന സമ്പത്തുക്കളുടെ പേരാണ് ഒനീമത്ത്. മനസ്സിലായല്ലോ? അപ്പം സായുധ സമരം നടന്നാൽ സായുധമായിട്ട് ശാരീരികമായിട്ടുള്ള അക്രമമോ ഏറ്റുമുട്ടലോ നടക്കുകയാണെങ്കിൽ സാമ്പത്തികമായ ഏറ്റുമുട്ടൽ എന്തായാലും അനുവദനീയമാണ്. അതായത് 2 ആൾ തല്ലുകൂടിയാൽ, നമ്മൾ ഈ കുട്ടികൾ കളിക്കുന്ന ഒരു ഗെയിം ഉണ്ടല്ലോ, എന്താണ് GTA Vice Cityയോ, അതിലിങ്ങനെ റോഡിൽ കൂടെ പോകുന്നവനെയൊക്കെ വണ്ടി ഇടിച്ച് കൊന്ന്, അപ്പൊ അവന്റെ പൈസയൊക്കെ പലതും ഇങ്ങനെ പുറത്ത് വീണ് കിടക്കും. അപ്പൊ ഇവൻ അത് കൂടി പോയിട്ട് അതൊക്കെ എടുത്തിട്ട് പിന്നെ വണ്ടി കയറി പോകും. അപ്പൊ ഇവന്റെ അക്കൗണ്ടിൽ ഇങ്ങനെ പൈസ കൂടും എന്നതുപോലെ ചെല്ലുന്നത് കണ്ടിട്ട് ജീവനും കൊണ്ട് എന്തെങ്കിലും ഉള്ളതൊക്കെ ഇട്ടെറിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ വീടും സമ്പത്തും അവിടുത്തെ ഭക്ഷണ സാധനങ്ങളും ആയുധവും അവരുടെ പണി സാധനങ്ങളും, ഇനി ഏതായാലും കുട്ടി അവിടെ തൊട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ആ കുട്ടിയും ഉൾപ്പെടെ ഫൈഹായിട്ട് ഇവർ പിടിച്ചെടുക്കും. അപ്പൊ അത് ഇവരുടെ സ്വത്ത്. എങ്ങനെ? നമ്മളെ വീട്ടിൽ ഒരു 10 ആള് വാളും പരിചയമായിട്ട് ഇങ്ങോട്ട് ഓടി വരിക. അപ്പൊ ഞാൻ നമ്മളെ കുട്ടികളൊക്കെ പിടിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങി ഓടി എന്ന് വിചാരിക്കാം. അപ്പൊ ഇവര് നേരെ വന്നിട്ട് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ സാമഗ്രികളൊക്കെ എടുത്തോണ്ട് പോവാ. അത് ഫൈഹ്. മനസ്സിലായോ? അത് ഹലാലാണ്. അല്ല ഞാൻ ആരടാ അതെന്ന് ചോദിച്ചിട്ട് ഞാനും ഒരു വാളെടുത്തു, ഏറ്റുമുട്ടി, അപ്പൊ എന്നെ കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ ഞങ്ങളെ കൊന്നു. അപ്പൊ ബാക്കി ഇവിടെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എന്തുൾപ്പെടെ എന്റെ അണ്ടർവെയർ ഉൾപ്പെടെ ഇവർക്ക് എടുത്തോണ്ട് പോവാം. ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേരാണ് ഗനീമത്ത്. മനസ്സിലായവർ മനസ്സിലായി എന്ന് പറയും, മനസ്സിലാവാത്തവർ മനസ്സിലായിട്ടില്ല എന്ന് പറയും. ഏറ്റുമുട്ടിയാ ഗനീമത്ത്, പേടിച്ചോടിയാ ഫൈഹ്. ഇങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഇട്ടോടിയ സ്വത്തുക്കൾ ഫൈഹും, യുദ്ധം ചെയ്ത് നേടിയെടുക്കുന്നത് കൊള്ളയടിച്ചെടുക്കുന്നത് ഗനീമത്ത്. ഞാർക്ക് സംശയമൊന്നുമില്ലല്ലോ അല്ലെ? അപ്പൊ നമ്മൾ ബദറിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആ മക്കത്തെ ഖുറൈശികളിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുകയും അവരുടെ സ്വത്തുക്കളും പടയാങ്കികളും എല്ലാം അവരിൽ നിന്ന് പിടിച്ചെടുക്കുകയും. എന്തൊക്കെ? കച്ചവട സംഘം അപ്പുറത്തൂടെ പോയി, പിന്നെ യുദ്ധം ചെയ്യാൻ വന്നവന്റെ അണ്ടർവെയർ വരെ കൊന്നവന് സ്വന്തം. അല്ല മതം തന്നെ കേട്ടത്. നീതി ധർമ്മയുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. ഇനി നിങ്ങൾക്ക് അറിയോ, ഈ യുദ്ധ മുതലിൽ വേറൊരു ഉപവിഭാഗമുണ്ട്. അതായത് ഒരാളെ കൊന്നാൽ
ഒരു മുസ്ലിം ഒരു അമുസ്ലിമിനെ യുദ്ധത്തിൽ കൊലപ്പെടുത്തുമ്പോൾ ആ അമുസ്ലിമിന്റെ ആഭരണങ്ങൾ കൊന്നതാരാണോ അവന് പേഴ്സണലായിട്ട് ഉള്ള റിവാർഡാണ്. അയാളുടെ വാള്, പടച്ചട്ട, അയാളുടെ അങ്കി, കുങ്കി തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ, മോതിരമോ വളയോ വാച്ചോ മാലയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ കൊന്നോന് ഊരിയെടുക്കാം. ബാക്കി ജനറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് എന്തിലേക്ക് പോകുന്നത്? ഗനീമത്തിലേക്ക് പോകുന്നത്. അതിൽ നിന്ന് 5/1 മുഹമ്മദ് നബിക്ക് കുടുംബത്തിന് പോകുന്നത്. ബാക്കിയുള്ളതാണ് വീതം വെക്കുന്നത്. മനസ്സിലായല്ലോ അല്ലെ? ഒരാളെ കൊല്ലുമ്പോൾ അയാളുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് കൊന്നതാരാണോ അയാൾക്കുള്ളതാണ്. അത് ഇൻസെന്റീവ് ആണ്. ഈ കൊള്ളയിൽ ഇൻസെന്റീവ് ഒക്കെ ഉണ്ട്. പൊതുവിൽ കിട്ടുന്ന കമ്മീഷന് കൂടാതെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻസെന്റീവ് ആണ്. അത് പെർഫോമൻസ് ഇൻസെന്റീവ് എന്നാണ് ഇതിന് പറയാം. എങ്ങനെയുണ്ട് കളി? മുഹമ്മദിന്റെ കൂടെ മക്കയിൽ മദീനയിൽ എത്തിയതിനു ശേഷം ബദറിന് ശേഷം ആള് കൂടിയതിന്റെ ഗുട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? മക്കയിൽ നിന്ന് അബുൽ ഹക്കം എന്ന് പറയുന്ന ഇവർ അബൂജഹൽ എന്ന് വിളിക്കുന്ന ആൾ മുഹമ്മദിന്റെ കൂടെ കൂടാതിരുന്നതും മക്കയിലെ താന്തോന്നിയും തെമ്മാടിയുമായിരുന്നു എന്ന് ഇവര് തന്നെ പറയുന്ന ഉമർ മുഹമ്മദിന്റെ കൂടെ കൂടിയതും അതിന്റെ ഗുട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? ബദറിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോ മുസ്ലിങ്ങളല്ലാത്തവർ ഞങ്ങളും ഉണ്ട് നിങ്ങളെ കൂടെ എന്ന് പറഞ്ഞ് ഒരുങ്ങി വന്നു എന്നും മുഹമ്മദ് തടഞ്ഞു എന്നും ചരിത്രത്തിലുണ്ട്. അതിന്റെ ഗുട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? ചെറിയ കളിയാ. എന്തിനിവിടെ പോണ്? കല്യാണം കഴിക്കാൻ മഹർ കൊടുക്കാൻ പൈസ അല്ല എന്ന് പറഞ്ഞ സമയത്ത് മുഹമ്മദ് വേറൊരു അനുചരനോട് പറയുന്നത് അടുത്ത ആഴ്ച ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുവച്ച് ഓല കൂടെ പൊയ്ക്കോ. എന്തിന്? കൊള്ള ചെയ്യാൻ. അപ്പൊ അനക്ക് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നാണ് ഹദീസിലുള്ളതല്ലേ അല്ലേ? മാത്രമല്ല 70 ആളുകളെ അവരിൽ നിന്ന് ബന്ദിയാക്കി പിടിച്ചിട്ട് ആ ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ദ്രവ്യങ്ങൾ മേടിച്ച്, പണം മേടിച്ച് അവരെ മോചിപ്പിക്കുകയും ചെയ്തിട്ടുള്ള സമ്പത്തുക്കളാണ് ബദർ യുദ്ധത്തിൽ ലഭിച്ചിട്ടുള്ള സമ്പത്ത്. ഇതിന് ഗനീമത്ത് എന്നാ പേര്. അതെ, ഇത് ഗനീമത്താണ്. അതായത് ഇവർ ലക്ഷ്യം വെച്ച കൊള്ള മുതൽ കിട്ടിയില്ല, കുറെ ആൾക്കാരെ കൊന്നു, അവരുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ പിടിച്ചെടുത്തു, 70 പേരെ ബന്ദിയാക്കി പിടിച്ചോണ്ട് വന്നു. എന്നിട്ട് ഈ പിടിച്ചോണ്ട് വന്ന ആളുകൾ, കച്ചവട സംഘം നഷ്ടപ്പെട്ടു പോയതിന്റെ ചൊരുക്ക് മുഴുവൻ മുഹമ്മദ് കച്ചവട സംഘത്തിൽ ഈ ഖുറൈശികളുടെ കൂട്ടത്തിൽ നിന്ന് ബന്ദികളാക്കി 70 പേരെ മോചിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് തുടങ്ങി. കേട്ടോ, ഒരു പിടിച്ചു മാത്രം എടുക്കണ പരിപാടിയൊന്നും അല്ല ഇത്. ഒനീമത്ത് എന്ന ഒന്നുണ്ട്. യുദ്ധം ഉണ്ടായ ഒനീമത്ത് എന്നുമുണ്ട്. ഇനിയും ഉണ്ടായ ഇനിയും ഉണ്ടാവും ഒനീമത്ത്. അതായത് അടിമത്തം പോലെയാണ്. ഇന്നലെ ഉണ്ടായിരുന്നു എന്നല്ല, ഇന്നുണ്ടായ ഇന്നുണ്ട്, നാളെ ഉണ്ടായ നാളെ ഉണ്ടാവും. അത് ശരി. അല്ലാതെ ഇപ്പൊ ബദറിന്റെ മക്കയിൽ ഉപേക്ഷിച്ചു പോയ സാധനം അവർ കൈക്കലാക്കാൻ പോയത് തന്നെ ഗനീമത്ത് എന്നല്ല പറയാം. അത് വേറെ സാധനം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് മാത്രം പ്രത്യേകമായിട്ടുള്ള 5 കാര്യങ്ങളിൽ വളരെ പ്രത്യേകമായ ഒരു കാര്യമാണ് ഉഹില്ലത്തിൽ വനായിമു. ഒനീമത്ത് സ്വത്തുക്കൾ പിടിക്കാനും ഒനീമത്ത് സ്വത്തുക്കൾ ഉപയോഗിക്കാനും അത് അതിന്റെ നിയമം പോലെ വിഹിതം വെക്കാനും എനിക്ക് അനുവദനീയമാക്കപ്പെട്ടിട്ടുണ്ട്. വലം യഹില്ല ലി അഹദിൻ ഖബലി, എന്റെ മുമ്പ് ഒരാൾക്കും അത് അനുവദനീയമായിരുന്നില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പ്രസിദ്ധമാണ്. അടിപൊളി, നല്ല ഹദീസ് അത്. അതായത് മുഹമ്മദിന്റെ തള്ളനുസരിച്ച് 1,20,000-ഓളം മുൻ പ്രവാചകന്മാരുണ്ടായിട്ടും ആ മുൻകഴിഞ്ഞ ഒരു പ്രവാചകന്മാർക്കും അള്ളാഹു യുദ്ധമുതൽ അനുവദിച്ചു കൊടുത്തിട്ടില്ല എന്നും യുദ്ധമുതലുകൾ പിടിച്ചെടുക്കാനും വീതം വെക്കാനുള്ള അവകാശം അള്ളാഹ് എനിക്ക് മാത്രം പ്രത്യേകമായിട്ട് തന്നതാണെന്നും മുഹമ്മദ് നബിക്ക് പ്രത്യേകമായി അള്ളാഹ് അനുവദിച്ചു കൊടുത്ത പ്രത്യേകതകളിൽ, പ്രത്യേക അനുഗ്രഹങ്ങളിൽ ഒന്ന് ഗനീമത്ത് മുതലാണ് എന്നും അതിലെ മറ്റൊരെണ്ണം മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോഴത്തേക്ക് ആളുകൾ പേടിച്ചു വിറക്കുമായിരുന്നു എന്നുള്ള മറ്റൊരു അനുഗ്രഹം. അപ്പൊ ഇത് അള്ളയും കൂടെ അറിഞ്ഞുള്ള പരിപാടിയാണ്. 1,00,000 ചില്ലാനും പ്രവാചകന്മാർക്കൊന്നും ഗനീമത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് നബിക്ക് അള്ളാഹ് ഗനീമത്ത് വേണ്ടോളം കൊടുത്തു. ഇനി ഗനീമത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വർണ്ണ നാണയവും വെള്ളി നാണയവും ചട്ടിയും കുടുക്കിയും പാത്രങ്ങളും മാത്രമായിട്ട് കൂട്ടരുത്. അതിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ ഗനീമത്തിൽ വരും, സ്ത്രീകൾ ഗനീമത്തിൽ വരും, കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള മനുഷ്യരെ പോലും ഇവർ യുദ്ധമുതൽ എന്ന പേരിൽ, ഗനീമത്ത് എന്ന പേരിൽ പിടിച്ചെടുക്കുകയും ഓഹരി വെക്കുകയും ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാവുന്ന തരത്തിൽ അടിമകളാക്കി മാറ്റപ്പെടുകയും ചെയ്തിരുന്നു. ചിലവർ പറയില്ലേ അടിമത്തം, യുദ്ധത്തടവുകാരുള്ളൂ, അടിമത്തല്ലാന്ന്. ഗനീമത്തിന്റെ ഭാഗമായിട്ടാണ് മനുഷ്യരെ പിടിച്ചത്. ഗനീമത്തിന്റെ ഭാഗമായിട്ടാണ് പിഞ്ചുകുട്ടികളെ ഓഹരി വെച്ചത്. ഇത് ഇസ്ലാമിൽ അനുവദനീയമാണ്. എന്താ ഉസ്താദ് പറഞ്ഞത്? അന്നും ഉണ്ട്, ഇന്ന് ആവശ്യം വന്ന ഇന്നും ഉണ്ടാവും, നാളെ ഉണ്ടാവും. ഉസ്താദ് പറഞ്ഞത് പച്ചയായ ദീനാണ്, ഇസ്ലാമാണ്, ചരിത്രമാണ്, തെളിവുള്ളതാണ്. ഈ ഉസ്താദിനെ തള്ളിയിട്ട് ഇങ്ങോട്ട് വരണ്ട. കാരണം ഉസ്താദ് പറയുന്നതിനൊക്കെ തെളിവ് കിതാബിലുണ്ട്. ഉസ്താദിന് കിട്ടിയില്ലെങ്കിൽ ഞാൻ അടുത്ത്. അങ്ങനെയുള്ള ഒനീമത്ത് സ്വത്തുക്കളാണ് യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന സ്വത്തുക്കൾ. യുദ്ധത്തിൽ നിന്ന് ലഭ്യമാകുന്ന ഫൈകളുമുണ്ട്. ഇതൊന്നും മറുപക്ഷം സമ്പത്ത് പിടിച്ചു വെച്ചിട്ടില്ലെങ്കിലും തടഞ്ഞു വെച്ചിട്ടില്ലെങ്കിലും എല്ലാം ചെയ്യാം. അപ്പൊ മക്കാരുടെ സമ്പത്ത് പിടിച്ചെടുത്തു എന്ന് തെളിവില്ലാ കഥയല്ല, അതല്ലാതെയും സാധ്യമാണ്. അതിന് അവർ തടഞ്ഞു വെക്കണം, പിടിച്ചു വെക്കണം എന്നൊന്നുമില്ല. എന്ന് മാത്രമല്ല,
ഉസ്താദ് തന്നെ പറയണത് മുഹമ്മദ് നബി എന്താ മക്കാരുടെ അടുത്ത് മാത്രമേ സമ്പത്ത് പിടിച്ചെടുത്തിട്ടുള്ളൂ, വേറെ കുറെ ഗോത്രങ്ങൾ മുഹമ്മദ് നബി ആക്രമിച്ച് ഗനീമത്ത് പിടിച്ചെടുത്തില്ലേ? ഇതാ ഉസ്താദ് പറയണ കേട്ടോളി. വെറും അവരുമായി നടന്ന യുദ്ധത്തിൽ ഖുറൈശികളിൽ നിന്ന് മാത്രം നല്ലല്ലോ ഗനീമത്ത് സ്വത്തിട്ടിയത്. വേറൊരുപാട് പ്രദേശങ്ങളിലേക്ക് ഇസ്ലാമിക സൈനിക നീക്കം നടത്തിയപ്പോൾ ഗനീമത്ത് സ്വത്ത് കിട്ടിയത് ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളം കാണാം. ഇതൊക്കെ കാണാത്തവരല്ല ഇവർ, വായിക്കാത്തവരില്ല ഇവർ, ഓതിക്കൊടുക്കാത്തവരില്ല ഇവർ, ദർസ് നടത്തുന്ന കിതാബുകളും സഹീഹുൽ ബുഖാരി ദർസനത്തുലക്കല്ലേ ഇവരുടെ പ്രത്യേകമായ പരിപാടികൾ. അത്തരം സഹീഹുൽ ബുഖാരിയിലെ ചരിത്രങ്ങളിലെല്ലാം ഹദീസുകളിലെല്ലാം വിവരിച്ചിട്ടുള്ള ഈ വസ്തുതകളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തരം ന്യായവാദങ്ങളുമായിട്ട് കളം നിറയുന്ന ഉസ്താദുമാര്, പണ്ഡിതന്മാര്, ദഅ്വാ പ്രവർത്തകര്, പല ഡോക്ടർമാര് എന്നിവരോടൊക്കെ ചേർത്തിട്ട് ഉസ്താദ് ചോദിക്കാണ്, എന്ത് ഇതൊക്കെ കിതാബിലുള്ളതല്ലേ? ഇതൊക്കെ എല്ലാ കിതാബിലുള്ളതല്ലേ? പള്ളി ദർസ് പഠിക്കുന്നവരും പഠിപ്പിച്ചവരല്ലേ? അല്ലെ അറബി കോളേജിൽ പഠിച്ചവരും പഠിപ്പിക്കുന്നവരും അല്ലേ? സഹീഹ് ബുഖാരിയിലും ഇസ്ലാമിന്റെ ചരിത്രങ്ങളിലും ഒക്കെ വ്യക്തമായിട്ട് ഈ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടില്ലേ? അതുകൊണ്ട് മക്കക്കാരിൽ മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്നവർ അനുചരന്മാർ ഉപേക്ഷിച്ചിട്ട് പോയ സമ്പത്ത് പിടിച്ചെടുക്കലായിരുന്നു ബദറിന്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞാൽ അത് എന്തുമാത്രം വലിയ ബഡായിയാണ് എന്നാണ് ഉസ്താദ് ചോദിക്കുന്നത്. എന്തിനപ്പോ ഇവരിത് ഇങ്ങനെ പറയണത്? ഇത് ഒരാളും രണ്ടാളും ചെയ്യണമെന്നല്ലേ, ഇത് എല്ലാവരും തന്നെ ചെയ്യണം. സൗകര്യപൂർവം ഈ രാജ്യത്ത് നിന്നുള്ള പ്രസംഗമാണ് എന്ന് കരുതിയിട്ട് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ ദുർവ്യാഖ്യാനം ചെയ്താൽ ഇസ്ലാമിക ചരിത്രത്തിന് വിഷമമുണ്ടാകും. അപ്പൊ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഈ നാട്ടിൽ ഈ നാട്ടുകാരോട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയിൽ ഇതൊക്കെ വ്യാഖ്യാനിക്കുകയും ഇങ്ങനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്താൽ ഇസ്ലാമിന്റെ ചരിത്രം തന്നെ വികലമായി പോകൂലേ എന്നാണ് ഉസ്താദിന്റെ. ഋഷികളിൽ നിന്ന് മാത്രം നല്ലല്ലോ ഗനീമത്ത് നീക്കം നടത്തിയപ്പോൾ ഗനീമത്ത് സ്വത്ത് കിട്ടിയത് ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളം കാണാം. ഇതൊക്കെ കാണാത്തവരല്ല ഇവർ, വായിക്കാത്തവരില്ല ഇവർ, ഓതിക്കൊടുക്കാത്തവരില്ല ഇവർ, ദർസ് നടത്തുന്ന കിതാബുകളും സഹീഹുൽ ബുഖാരി ദർസനത്തുലക്കല്ലേ ഇവരുടെ പ്രത്യേകമായ പരിപാടികൾ. അത്തരം സഹീഹുൽ ബുഖാരിയിലെ ചരിത്രങ്ങളിലെല്ലാം ഹദീസുകളിലെല്ലാം വിവരിച്ചിട്ടുള്ള ഈ വസ്തുതകളൊക്കെ സൗകര്യപൂർവം ഈ രാജ്യത്ത് നിന്നുള്ള പ്രസംഗമാണ് എന്ന് കരുതിയിട്ട് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ ദുർവ്യാഖ്യാനം ചെയ്താൽ ഇസ്ലാമിക ചരിത്രത്തിന് വിഷമമുണ്ടാകും. ഇസ്ലാമിന്റെ ചരിത്രത്തിനാണ് അതിന് പ്രശ്നം ഉണ്ടാക്കുക. വെറുതെ വ്യാഖ്യാനിച്ചത് മാത്രമല്ല, ഇങ്ങനെ വ്യാഖ്യാനിച്ചതുകൊണ്ട് പല ഗുണമുണ്ടോ? ഇതിപ്പോ ഒരു ഉസ്താദ് വന്നൊന്ന് വ്യാഖ്യാനിച്ചു, വേറെ ഉസ്താദ് പോയി വേറെ വ്യാഖ്യാനിച്ചു, ഇതുകൊണ്ടൊന്നും ഇന്നത്തെ കാലത്ത് ഒരു കാര്യമില്ല എന്നാണ് ഉസ്താദ് പറയുന്നത്. മാത്രമല്ല യഥാർത്ഥ ചരിത്രങ്ങളൊക്കെ ആരെ ഉദ്ദേശിച്ചാണോ ഇതൊക്കെ മിനുക്കിക്കൂട്ടി പറയുന്നതെങ്കിൽ, ദുർവ്യാഖ്യാനം ചെയ്യുന്നതെങ്കിൽ അതേ കൂട്ടർക്ക് വായിക്കാനുള്ള എത്രയോ മലയാള പുസ്തകങ്ങൾ, പരിഭാഷാ പുസ്തകങ്ങൾ, അറബികളെ വെച്ചിട്ട് വായിച്ചു പഠിക്കാൻ പറ്റിയ പുസ്തകങ്ങളൊക്കെ എമ്പാടും കിട്ടുപോയി ഈ കാലത്ത്. അപ്പൊ ഈ കാലത്ത് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. ഇനിയിപ്പോ പുതിയ ആരോപണം വരാൻ പോകുന്നത് ഇത് ഈ ഉസ്താദിനെ കൊണ്ട് ലിയാക്കത്ത് പൈസ കൊടുത്ത് പറയിപ്പിച്ചതാണ് എന്നീ കാര്യം. കാരണം വിളിക്കുന്നവരൊക്കെ ഞാൻ പൈസ കൊടുത്ത് വിളിപ്പിക്കുന്നതെന്നാ പറയുന്നത്. ഈ ഉസ്താദ് ഈ പറയുന്നതോ ഇതൊക്കെ ഞാൻ പൈസ കൊടുത്തിട്ട് ഉസ്താദിനെ കൊണ്ട് പറയിപ്പിക്കുന്നതായിരിക്കും അല്ലെ? നല്ല കഥയായി. ഇത് ഒരാൾക്ക് മാത്രമുള്ള സോക്കേടല്ല, എല്ലാ ആളുകൾക്കും സംഭവിച്ചിട്ടുള്ള ഒരു വലിയ സംഗതിയാണ്. യഥാർത്ഥത്തിൽ ശരിക്കും പഠിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ നിയമത്തെ ശരിയായ രീതിയിൽ തന്നെ അതിന്റെ രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കുകയും നിയമങ്ങളായി പറഞ്ഞു കൊടുക്കുകയുമാണ് വേണ്ടത് എന്നാണ് ഇത് സംബന്ധിച്ചുള്ള സംസാരം. അതാണ് അന്തസ് വേണമടാ അന്തസ് എന്നാണ് ഉസ്താദ് അവസാനം പറഞ്ഞത്. ഏതെങ്കിലും വിമർശകർ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇസ്ലാമിന്റെ ചരിത്രം വക്രീകരിച്ച് ഇന്നത്തെ കാലത്തിന് യോജിക്കുന്ന രീതിയിലുള്ള കഥകൾ ഉണ്ടാക്കുകയും ന്യായീകരിക്കുകയും ചെയ്യേണ്ട ഗതികേട് എന്താ ഞമ്മക്കുള്ളത്? നമുക്ക് ദീനിലുള്ളതുപോലെ, ഗ്രന്ഥത്തിലുള്ളതുപോലെ, ചരിത്രത്തിലുള്ളതുപോലെ സത്യസന്ധമായി പറയുകയാണ് വേണ്ടത് എന്നാണ് ഉസ്താദിന്റെ ആ കാര്യത്തിലുള്ള അഭിപ്രായം. നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്നാണ് പല്ല് ഡോക്ടർ മൈക്ക് സെറ്റുകാരനോട് വിളിച്ച് ചോദിക്കുന്നത്. അതാണ് ഇന്നത്തെ വീഡിയോയുടെ ആകത്തുക. ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതും കൂടി ഒന്ന് പറഞ്ഞാലാണ് ആ ബദറിന്റെ ഭാഗം പൂർത്തിയാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയം ഇന്ന് എടുത്തത്. എന്തായാലും നജീബ് മൗലവി ഇതുകൊണ്ടൊക്കെയാണ് നജീബ് മൗലവി പണ്ട് ഖുർആൻ പരിഭാഷയുടെ പ്രത്യാഘാതം എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് പണ്ട് കാലത്തെ സുന്നി പണ്ഡിതന്മാർ ശാഠ്യം പിടിച്ചിരുന്നു. അവർ പറഞ്ഞിരുന്നു പരിഭാഷ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ കാരണം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് വെച്ചാൽ നജീബ് മൗലവി കുറച്ചാലും മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇത്തരണത്തിൽ വളരെ പ്രസക്തമാണ്. ഖുർആൻ പോലും മലയാളത്തിലാക്കരുത്, ആക്കിയാൽ കുഴപ്പമുണ്ടാകും എന്ന് പറഞ്ഞു നടന്നിരുന്നിടത്താണ് സഹീഹ് ബുഖാരി വരെ നൂറുൽ യഖീനൊക്കെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിന്റെ ഒരു കാര്യം ആലോചിക്കുന്നത്. അത് വളരെ ലളിതമായി വളരെ സുന്ദരമായി ഈ കഥകളൊക്കെ ചെറിയ ഒരു പുസ്തകത്തിലോ 2 പുസ്തകത്തിലോ ആക്കി മലയാളികൾക്ക് ഇട്ടുകൊടുത്തുക. കൊള്ളയടിക്കാൻ പോയി, സമ്പത്ത് വരുന്നുണ്ടായിരുന്നു, അതിൽ ഇത്ര സ്വത്തുണ്ടായിരുന്നു, നിങ്ങൾ പുറപ്പെട്ടോളൂ, അതാ കച്ചവട സംഘം വരുന്നു, ഓല ലക്ഷ്യമാക്കി പുറപ്പെട്ടോളൂ, നിങ്ങൾക്ക് അല്ലാഹ് ഇന്ന് നൽകിയേക്കാം എന്നൊക്കെ പറയുന്ന ചരിത്രം പച്ചക്ക് മലയാളത്തിൽ എഴുതി കുട്ടികളെ പഠിപ്പിച്ചു. ഇപ്പൊ കുട്ടികൾ ഇതൊക്കെ വായിച്ചു. ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ മുഹമ്മദ് നബി ചെയ്യുമോ എന്ന ആൾക്കാർക്ക് ബേജാറായി. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെയാണ് കൂട്ടരെ ബദർ
ബദറും ഹിജറയും ഒക്കെ നമ്മൾ കേൾക്കുന്ന ഈ ഇസ്ലാം എന്ന് പറയുന്ന രീതിയിൽ ഇസ്ലാം ഭയങ്കര സമാധാനവും ഭയങ്കര സന്തോഷവും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മതവും എന്നൊക്കെ പറയുന്ന രീതിയിൽ പുറത്ത് പറയുന്ന കേൾക്കുന്ന കഥകൾ മുഴുവൻ അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവും യാഥാർത്ഥ്യത്തിന് നേർ വിപരീതവുമായിട്ടുള്ള. ഇനി അബൂ സുഫിയാനും മുഹമ്മദ് നബിയും തമ്മിലുള്ള ബന്ധവും ഇവരുടെ 2 തലമുറ മുകളിലുള്ള അവിടെ ഇങ്ങോട്ടുള്ള ഇവരുടെ ഫാമിലിക്ക് അകത്ത് നടന്ന അധികാര വടംവലിയുമായി ബന്ധപ്പെട്ട ചരിത്രവും കൂടി നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, അതിനുശേഷം നിങ്ങൾ ബാഹുബലി സിനിമയും കൂടി കണ്ടാൽ സംഗതി ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും എന്ന് മാത്രമാണ് എനിക്ക് ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയാനുള്ളത്.